ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 നിക് മിക്കനലസ് സംവിധാനത്തിൽ തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ചിത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സിനിമയുടെ പേരാണ് ടേക്ക് കവർ. സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത് നമ്മുടെ നടനെന്ന് പറയുന്നൊരു സ്നൈപ്പർകാരനാണ്, പ്രൊഫഷണൽ സ്നൈപ്പറാണ്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കെൽവിനും കൂടെയുണ്ട്. സിനിമയുടെ തുടക്കം എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കൂടെ അവരുടെ ടാർഗറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ ടാർഗറ്റിൻ്റെ ഗേൾ ഫ്രണ്ട് ഇവരെ കാണുകയും സ്നൈപ്പ് ചെയ്യുന്ന കാണുകയും ഈ സ്നൈപ്പറിൻ്റെ വെടിയുണ്ട നേരെ ആ ടാർഗറ്റിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ദേഹത്ത് പതിക്കുകയും അങ്ങനെ ആ ടാർഗറ്റിൻ്റെ ഗേൾ ഫ്രണ്ട് താഴെ വീഴുകയും ചെയ്യും. ഒരു നിരപരാധിയെ കൊന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിക്കുകയാണ് സാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തോടെ ഒരു നിമിഷം ആ ടാർഗറ്റിനെ മറന്ന് ഇരിക്കുമ്പോഴാണ് സുഹൃത്ത് പറയുന്നത് പെട്ടെന്ന് ടാർഗറ്റിനെ തീർക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുക അവിടെ വെച്ച്. അതിനുശേഷം അദ്ദേഹം രക്ഷപ്പെട്ടു വന്നതിന് ശേഷം കെൽവിനും സാമും തന്നെ ഒരു സംസാരം ഉണ്ടായി. ഈ പണി നിർത്തി മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്യണമെന്ന് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുകയാണ് സാം. അങ്ങനെ സാമിനോട് കെൽവിൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, ഈ പണിയിൽ നീ നല്ല വൃത്തി പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുണ്ട്, ആ കുട്ടി മരിച്ചിട്ടില്ല, അത് വെടികൊണ്ട് അവിടെ പതിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. അതിനുശേഷം അവർ കണ്ടുമുട്ടുന്നതെന്ന് വെച്ചാൽ ഒരു പെൻറ്റ് ഹൗസ് അപ്പാർട്ട്മെൻറ്റിലാണ്. തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയാണെന്ന് സാം തൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. ഫ്രണ്ട് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു നോക്കി ആ റിട്ടയർമെൻറ്റ് പിൻവലിക്കാൻ, പക്ഷെ നടന്നില്ല. അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് വേണം. ഒരു മനസാക്ഷിക്ക് അദ്ദേഹം എതിരല്ലെന്ന് പറഞ്ഞ് അവിടെ വെച്ച് കൈകൊടുത്ത് പിരിയാനും 2 മസാജ് ഗേൾസിനെയും അവസാനത്തെ ഒരു കൂടിക്കാഴ്ചയുടെ 2 മസാജ് ഗേൾസിനെയും കൊണ്ട് ഈ നമ്മുടെ നായകൻ്റെ കൂട്ടുകാരൻ വരികയും അതറിഞ്ഞിരുന്നില്ല അതൊരു കെണിയായിരുന്നെന്ന്. നമ്മുടെ ഈ പറഞ്ഞ ജോലി ഏൽപ്പിച്ച ആൾ തന്നെ നമ്മുടെ സാമിൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന കഥയാണ് സിനിമയുടെ പ്രധാനമായി പറഞ്ഞു പോകുന്നത്. സാം ഈ ഹൗസിൽ നിന്ന്, ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, സർവൈവാണ് സിനിമയുടെ കഥയെന്ന് പറയുന്നത്. അങ്ങനെ അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. സ്കോട്ട് ആഡ്കിൻസ് ആണ് നായകനായിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സിനിമ, ഒരു ഓക്കെ ഫീലിംഗ് തന്നെ ഒരു സിനിമ. 1.5 മണിക്കൂറേ ഉള്ളൂ. വലിയ ഹൈ മൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കോട്ട് ആഡ്കിൻസിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ട സിനിമ, ടൈം പാസിന് കണ്ടൊരു സിനിമയാണ്. മസ്റ്റ് വാച്ചബിളെന്ന് ഞാൻ പറയത്തില്ല, ഒരു 1.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ലളിതമായിട്ടുള്ള സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ കണ്ടവരാവാം കാണാത്തവരാവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. എനിക്ക് ഈ സിനിമ അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ള ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.